ആകട്ടെ. ഇന്നത്തെ രാത്രിയിലും നമുക്ക് ഒന്നിച്ച് ചേർന്ന് വന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നാം പഠിച്ചു വരുന്നത് പോലെ റോമാലേഖനം 6-ാം അധ്യായമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അതിനെക്കുറിച്ച് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടിടയായി. 6-ാം അധ്യായം എല്ലാവരും വായിച്ചോ? വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വായിച്ചവരെ ചോദിക്കുന്നേക്കാളും നല്ലത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? റോമാലേഖനം 6-ാം അധ്യായം. അവിടെ എന്തിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഫ്രീഡം ഫ്രം പവർ ഓഫ് സിൻ. അതിനേക്കാൾ നല്ല ഉചിതമായ ഒരു വാക്ക് വിക്ടറി ഓവർ ഫ്ലഷ്. അതിനേക്കാളും നല്ലതായ ഒരു വാക്ക് വേണം. നമ്മളെ പൊസിഷൻ ചെയ്തിരുത്തിയേക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പൊസിഷനാക്കി നമ്മെ വെച്ചിരിക്കുന്നു. എവിടെയാണ് നമ്മളെ പൊസിഷനാക്കി വെച്ചത്? വിത്ത് ക്രൈസ്റ്റ്, യേശുവിനോട് കൂടെ. സ്തോത്രം. അപ്പോ അവിടെ നാം വായിക്കുന്നു, 3 അറിയുന്നില്ലയോ, അറിയുന്നുവല്ലോ എന്നുള്ള വാക്കുകൾ ഏതെല്ലാം വാക്യങ്ങളിലായിരുന്നു? 1 3-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം. ആ 3 വാക്യങ്ങളൊന്ന് വായിക്കാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്തത് അതിന്റെ 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യനെ ക്രൂശിച്ചു എന്ന് നാം അറിയുന്നു. ഇനി അതിന്റെ 9-ാം വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പൊ 3 കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ അറിയാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അവിടെ നാം ക്രിസ്തുവിനോട് കൂടെ ചേർന്നപ്പോൾ നമുക്ക് സംഭവിച്ച കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തെല്ലാമാണ്? പഴയ മനുഷ്യനെ അവനോട് കൂടെ കുഴിച്ചിട്ടു, മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. അപ്പൊ മരണം പാപത്തിന്റെ ഫലമാണ്. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ പാപമാണ് മരണമായിട്ട് വരുന്നത്, അല്ലെ? അപ്പൊ പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല എന്നുള്ളത് നാം അറിയുന്നു. അടുത്തത്, ഇനി അങ്ങനെ നാം കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ എന്താണ്? 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീർന്നു. 2-ാം വാക്യം, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും. അപ്പൊ അതായത് അപ്പോസ്തലനായ പൗലോസിന് വളരെ നിശ്ചയമാണ്, ക്രിസ്തുവിങ്കലേക്ക് ഒരുവൻ ആദായപ്പെട്ട് കഴിയുമ്പോൾ അവൻ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ് എന്നുള്ളത് അവിടെ ബോധ്യം വരുത്തുകയാണ്. അപ്പോ വിളിച്ച വിളിയുടെ യോഗ്യത എന്താണെന്നറിയാം? വിളിച്ച വിളിയുടെ ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഉന്നത വിളിയാ വിളിച്ച്. ദ എക്സ്ട്രീം കോൾ, അത് വളരെ വലിയൊരു വിളിയാണ്. അടുത്തത് വിളിച്ചത് വിശുദ്ധ വിളിയാണ്. ഉന്നത വിളി വിളിച്ചു, വിശുദ്ധ വിളി വിളിച്ചു. അപ്പൊ ഉന്നത സ്ഥാനത്ത് അതെങ്ങനെയാണ്? നമ്മൾ അത് പ്രോഗ്രസീവായി കൊണ്ടുപോയെങ്കിൽ മാത്രം, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നാം അതിനെ പരിഗണിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ ഉന്നത വിളിയുടേതായ യോഗ്യതകൾ നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, വായിക്കാം. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോ നമ്മളെ പൊസിഷൻ ചെയ്ത് ഇരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്.
അത് തന്നെയാണ് ലേവ്യ പുസ്തകം 11-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ ഞാൻ വിശുദ്ധനായകയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണമെന്ന് അവിടെ ഓർപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 44-45 വാക്യങ്ങൾ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. ഇനി യോഹന്നാൻ 17:17 പറയുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പൊ സത്യം എന്തുവാണ്? വചനമാണ് സത്യം, അല്ലെ? അപ്പൊ വചനമാണ് നമ്മെ വിശുദ്ധീകരിച്ച് നടത്തുന്നത്. അപ്പൊ എന്ത് വേണം? ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ തന്നെ നമ്മളെ പൊസിഷൻ ചെയ്ത് ഇരുത്തി കഴിയുമ്പോൾ നാം ചെയ്യേണ്ടതായ കാര്യമാണ് പ്രാർത്ഥന, വേദവചന വായന, കൂട്ടായ്മ എന്നീ ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രസീവിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്ന് എത്തുവാനായിട്ട് കഴിയുള്ളൂ. 1 പത്രോസ് 1:14-15 വാക്യങ്ങളിൽ പത്രോസ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് 1 പത്രോസ് 1-ാം അധ്യായം 14-15 വാക്യം. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. നോക്കിക്കേ, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധന്മാരായി നടക്കുവാനായിട്ടിടയാണ്. അവിടെ പത്രോസ് പറയുകയാണ്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് എന്ന് പറഞ്ഞാൽ അറിയുന്നതിന് മുൻപേ, അറിവില്ലായ്മയുടെ കാലത്ത് അത് മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ ആ പഴയതിലേക്ക് നാം കടന്നു പോകാതെ ദൈവസന്നിധിയിൽ അനുസരണം വരുന്നത് എപ്പോഴാണ്? വചനം എന്ത് പറയുന്നുവോ അത് അനുസരിക്കുവാനായിട്ട് ഇടയാകുമ്പോഴാണ് നമുക്ക് അനുസരണം വരുന്നത്. അത് നമ്മൾ പ്രാപിച്ചു എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു. യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മൾ ആരാണ്? ദൈവ മക്കളാകുന്നു. അപ്പോ അവർ ടാർഗറ്റ്, നമ്മുടെ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ യഥാസ്ഥാനം എന്ന് പറയുന്നത് അവനോട് സദൃശ്യന്മാരാകണമെന്നുള്ളതാണ്. 1 യോഹന്നാൻ 2:6 വാക്യം. 1 യോഹന്നാൻ ഒന്ന് എടുത്താട്ട് 1 യോഹന്നാൻ അതിൽ കുറച്ച് വാക്യങ്ങൾ വായിക്കാനായിട്ടാണ്. 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നോക്കിക്കേ, അപ്പോ നമ്മളെ പൊസിഷൻ ചെയ്ത് ഇരുത്തിയപ്പോ പിന്നെ ദൈവമായ കർത്താവ് എപ്രകാരമാണ് ജീവിച്ചത് അതുപോലെ ജീവിക്കുവാൻ നാം പ്രാപ്തരാകണം. 4:17 വാക്യം. 1 യോഹന്നാൻ 4:17. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അപ്പൊ ദൈവമായ കർത്താവ് എപ്രകാരമാണ് നമ്മളെ പൊസിഷൻ ചെയ്തപ്പോ നമ്മൾ എവിടെയായി? ദൈവ സന്നിധിയിലാണ്, അല്ലെ? ദൈവത്തോട് കർത്താവിനോട് ചേർന്നിരിക്കുക. അപ്പൊ അവൻ ഇരിക്കുന്ന പോലെ തന്നെ നാമുമാകുന്നു. 1:7 പറയുകയാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോ കർത്താവ് വെളിച്ചത്തിൽ നടന്നതുപോലെ നാം എങ്ങനെയായിരിക്കണം? വെളിച്ചത്തിൽ നടക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 2:9 പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ. അപ്പൊ അന്ധകാരത്തിൽ കിടന്നിട്ട് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചത്. അപ്പൊ പിന്നെ എപ്പോഴും നമ്മൾ ആ അത്ഭുത പ്രകാശത്തിലാണ് നടക്കേണ്ടത് എന്നുള്ളത് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാം അധ്യായം 3-ാം വാക്യം. 1 യോഹന്നാൻ 3:3. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. 1 യോഹന്നാൻ 3:3 വാക്യം. അവനിൽ
പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ നമ്മുടെ അവസ്ഥ നാം എങ്ങനെയായിരിക്കണം? നിർമ്മലീകരിക്കുവാനായിട്ട് ഇടയാകണം. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, നമ്മുടെ ഡേ ടു ഡേ പ്രോഗ്രസിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് 4-ാം അധ്യായം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. മതി, അവിടെ പറയുകയാണ് 4:19 പറയുകയാണ്, താൻ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ താൻ ജനിപ്പിച്ച മക്കളാണ് അവിടെ ഉള്ളവരെല്ലാം. ഗലാത്യയിലാണ് പൗലോസ് ആദ്യമായിട്ട് ചെന്നത്. അപ്പോ ഗലാത്യയിലുള്ളവരെ താൻ ജനിപ്പിച്ചതാണ്. അപ്പോ ആ ജനിപ്പിച്ചതിന്റെ വേദന തന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ പിന്നീട് അവിടത്തെ കുറിച്ച് നോക്കി കാണുമ്പോൾ അവരെല്ലാം മാറിപ്പോയി. താൻ പഠിപ്പിച്ച ആ വിഷയങ്ങളിൽ നിന്നും അവരെല്ലാം മാറിപ്പോയി. അപ്പോഴാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ച് അവരെ ശാസിക്കുവാനായിട്ട് ഇടയാകുന്നത്. മനസ്സിലായോ? അപ്പോ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആ പ്രകാശത്തിലേക്ക് നടത്തി വീണ്ടും നിങ്ങൾ പഴയതിലേക്ക് കടന്നു പോയാൽ ഏതവസ്ഥയിലായിരിക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോം, ഡീഫോം ആൻഡ് ട്രാൻസ്ഫോംഡ്, അതായത് നമ്മെ ആദ്യം ദൈവം ആദമിനവ്വേയും എങ്ങനെയാണ് തേജസ്സിന്മേലാണ് നിർമ്മിച്ചത്, അല്ലെ? പക്ഷേ അവർ പാപം ചെയ്തത് മൂലം അവരുടെ അത് ആ ഡീഫോം ആയിപ്പോയി. ആ ഫോർമേഷൻ ദൈവം കൽപ്പിച്ചത് ഡീഫോം ആയിപ്പോയി. പിന്നെ ദൈവത്തിന്റെ കരുണയാൽ നമുക്ക് ലഭിച്ച എന്താ? ഒരു ട്രാൻസ്ഫോർമേഷൻ ലഭിക്കുവാനായിട്ട് ഇടയായി. എന്ന് പറഞ്ഞാൽ കൃപയാൽ നമ്മെ പൊസിഷൻ ചെയ്ത് ഇരുത്തുവാനായിട്ട് ഇടയായി. അപ്പോ എല്ലാ ജീവിതത്തിലും ഭീഷണിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം ജഡികമായ ഭീഷണി എല്ലാ ജീവിതത്തിലുമുണ്ട്. പുതിയ ജീവൻ പ്രാപിച്ച നമുക്കും ഭീഷണിയുണ്ട്. ലോകത്തോട് നമ്മെ യേശുവിനെ പോലെ ആകരുത് എന്ന് വാദിക്കുന്ന ശത്രുവുണ്ട് ലോകത്തില്. നാം യേശുവിനെ പോലെ ആകാതിരിപ്പാൻ നമുക്കെതിരായി വാദിക്കുന്ന ശത്രു ഈ ലോകത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ പോലെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു മെഷറിംഗ് ടൂൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു മെഷറിംഗ് ടൂൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം നമ്മുടെ ജീവിതത്തിൽ യേശു റിഫ്ലക്റ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയാ? കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. ആ പുതിയ കൽപ്പനയാണ് സ്നേഹം. അത് മെഷർ ചെയ്യണം. 10-ൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ 10-ൽ എനിക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട്, അതേ സ്നേഹം മറ്റൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? അതേ സ്നേഹം വേറൊരു വ്യക്തിക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? മെഷറിംഗ് ടൂളാണ്. സ്നേഹത്തെ നാം അളക്കുവാനായിട്ട് ഇടയാകണം. അപ്പോ ആ പഴയ മനുഷ്യൻ, അപ്പൊ എല്ലാ സമയത്തും പഴയ മനുഷ്യൻ പൊങ്ങി വരുന്ന അവസ്ഥകളുണ്ട്. മോശയുടെ അവസ്ഥയിൽ പറയുകയാണ്. 1 കൊരിന്ത്യർ 10:2 ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 2-ാം വാക്യം. ഇവിടെ പറയുകയാണ്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, 3-ാം വാക്യത്തിൽ പറയുന്നു, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പൊ അവിടെ മോശയോട് ചേർന്നപ്പോഴും പഴയ മനുഷ്യൻ പൊങ്ങി വന്നു. ഏതാ പഴയ മനുഷ്യനെന്നറിയാവോ? നമുക്കൊരു തലവനെ നിശ്ചയിച്ച് മടങ്ങിപ്പോകാം. പറഞ്ഞോ? അവര് പറഞ്ഞതായ കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അവര് പറയാണ്, നമുക്കൊരു തലവനെ നിശ്ചയിച്ച് മടങ്ങിപ്പോകാമെന്ന്. ഇത് എപ്പോഴും ഉടലെടുക്കും. ഏത് സാഹചര്യത്തിലും ഇത് ഉടലെടുക്കും. റിട്ടേൺ ബാക്ക്, നമുക്ക് പോകാം, മടങ്ങിപ്പോകാം എന്ന് നമ്മളെ ഉദ്യമിപ്പിക്കുന്ന പിശാചിന്റെ ചിന്തകള് നമുക്ക് മേൽ വരും. അപ്പോ അവിടെ നമുക്ക് ദൈവത്തിൻ്റെതായ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാണ്. അതാണ് റോമർ 6:5 പറയുന്നത്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. എന്ത് മനസ്സിലായി? അവന്റെ മരണത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ട് എഴുന്നേറ്റപ്പോ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് എന്ത് സംഭവിച്ചു? ഞാൻ ഏകീഭവിച്ചു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതുകൊണ്ട് അതിനോടും
ഞാൻ എങ്ങനെ ഏകീഭവിക്കും? ആ സെയിം ഇതിൽ ഞാനും ഏകീഭവിപ്പാനായിട്ട് ഇടയാകുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. 5-ാം വാക്യം ഒന്നും കൂടി വായിക്കാം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മെ ഏകീഭവിപ്പിക്കുവാനായിട്ടിടയാകും. അപ്പോ 1 മുതൽ 10 വരെ, 6-ാം അധ്യായം 1 മുതൽ 10 വരെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, ദൈവസന്നിധിയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ കർത്താവിന്റെ സന്നിധിയിലാക്കി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന ശുദ്ധീകരണത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 1-ാം അധ്യായം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോ 2 കൊരിന്ത്യർ 1:22-23 വാക്യം നമ്മളൊന്ന് വായിച്ചാൽ, 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. അവൻ നമ്മെ മുദ്രയിട്ടിട്ട് ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്ത്യയിൽ വരാഞ്ഞത്. അതിനും ദൈവം സാക്ഷി. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. ആമേൻ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ആമേൻ. അവിടെ പറയുകയാണ് നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. അടുത്തത് അഭിഷേകം ചെയ്തു. ക്രിസ്തു നമ്മെ അഭിഷേകം ചെയ്തു, മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം നമുക്ക് തന്നുമിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? 22-ാം വാക്യം, 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. അവൻ നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ നമ്മെ ആത്മാവെന്ന അച്ചാരം തന്ന് മുദ്രയിടുവാനായിട്ട് ഇടയായി. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാതിരുന്നത്. അതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങൾ കർത്തൃത്വം ഉള്ളവരെന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധം അവിടെ അതിന്റെ മേളിത്തെ വാക്യം പറയുകയാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. 21-ാം വാക്യം, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു. അപ്പോ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു. അടുത്തത് പറയുകയാണ്, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അനോയിന്റിങ് തന്നതും നമുക്ക് ദൈവമാണ്. അപ്പോ ഈ മുദ്ര ഇറ്റ് ഈസ് നോട്ട് ഫ്രം സൈറ്റൻ. പിശാചിൽ നിന്നല്ല ഈ മുദ്ര നമുക്ക് കിട്ടിയത്, പിന്നെയോ ദൈവത്തിൽ നിന്നാണ്. അപ്പോ ഈ സമയം നമ്മൾ ഡു നോട്ട് കൺസേൺ അബൌട്ട് സൈറ്റൻ. സാത്താനെ കുറിച്ച് നമ്മൾ വറിയാകേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായി വറിയാവുന്നത് സാത്താനെ കുറിച്ച് ഓർത്തിട്ടാണ്. പക്ഷേ മുദ്രയേറ്റ പിന്നെ നമ്മൾ ആരുടെ പ്രോപ്പർട്ടിയാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രോപ്പർട്ടിയാ. ഏകീഭവിപ്പിച്ചിരിക്കുക നമ്മളെ. ആത്മാവിന്റെ അച്ചാരം തന്ന് മുദ്രയിട്ടിരിക്കുക. ഇനി നമ്മുടെ മേൽ എന്തെങ്കിലും വരണമെങ്കിൽ ഹു ഹാവ് ടു ഓതറൈസ്? ആര് അനുവാദം കൊടുക്കണം? കർത്താവ് അനുവാദം കൊടുത്തിട്ടല്ലാതെ നമ്മുടെ ഒരു മുടിനാര് പോലും തൊടുവാൻ ആർക്ക് അധികാരമില്ല? പിശാചിന് അധികാരമില്ല. ബിക്കോസ് വി ഹാവ് ബീൻ പൊസിഷൻ, നമ്മളെ പൊസിഷൻ ചെയ്ത് കർത്താവിന്റെ സന്നിധിയിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് 2-ാം വാക്യത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോ സകലത്തിലും നമുക്ക് പ്രശംസിപ്പാൻ വകയുണ്ട് എന്നുള്ളത് അവിടെ പറയുകയാണ്. അതിനുശേഷം നാം ചിന്തിക്കുന്നു, സെക്കൻഡ് ഇതാണ് അതിന്റെ 6-ാം വാക്യം, ഞാൻ പാപത്തെ സേവിക്കുവാൻ ബാധ്യസ്ഥനല്ല. പാപം എന്റെ മേൽ വാഴുവാൻ ഇടയാകരുത്. പാപം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് നാം വീണ്ടും താഴേക്കിടയിലേക്ക് വരുവാനായിട്ട് ഇടയാകും. ഇറ്റ്സ് ലൈക്ക് ആ സ്നേക്ക് ആൻഡ് ലാഡർ ചെയ്യുന്ന പോലെ ഏറ്റവും പ്രോഗ്രസീവായിട്ട് നമ്മൾ പോയി 99 എത്തുമ്പോ എന്ത് സംഭവിക്കും? പാമ്പിന്റെ വായിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നേരെ വന്ന് നമ്മുടെ പൊസിഷൻ, സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തി നിൽക്കും.
അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാങ്ക്ടിഫിക്കേഷൻ ദൈവസന്നിധി നടന്നുകൊണ്ടിരിക്കണം. അത് നടക്കണമെങ്കിൽ എന്ത് വേണം? വചനം സത്യമാകുന്നു. ആ വചനം നമ്മൾ വായിക്കുവാനായിട്ട് ഇടയാകണം. വചനം വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? വചനം വായിച്ച് അത് മനസ്സിലാക്കുമ്പോഴാണ് അത് ധ്യാനിച്ചു പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാകണം. അങ്ങനെ നാം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ദൈവം നമ്മെ വെളിപ്പെടുത്തി തരികയുള്ളൂ. അപ്പോ ഈ പ്രിൻസിപ്പിൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ എപ്പോഴും ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.